ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബിലെ വീഡിയോസ് കാണുന്നവരാണ്. യൂട്യൂബിൻ്റെ അകത്ത് മൂവി കാണാറുണ്ട്, സോങ്സ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം, നമ്മളൊരു യൂട്യൂബിനകത്ത് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വോയിസ് നമുക്ക് കേൾക്കത്തില്ല, അതുപോലെ തന്നെ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് യൂട്യൂബിനകത്തുള്ള വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ വോയിസ് പുറത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മളൊരു പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോ കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ടിപ്സ് വേൾഡിൻ്റെ അകത്തുള്ളൊരു വീഡിയോ പ്ലേ ചെയ്തിട്ട് മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ സ്ക്രീന് ലോക്ക് ആവുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോണിറ്റൈസേഷനുമായിട്ട് ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവാം. മുകളിലുള്ള ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഒരു വീഡിയോ പ്രവർത്തിക്കുന്നത്. നമുക്ക് സ്ക്രീനൊന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ വോളിയം കുറച്ച് വെച്ചത് കാരണമാണ് അതിൻ്റെ നിങ്ങൾക്ക് കേൾക്കാത്തത്. ഏതായാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം, വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും ബ്ലാക്ക് മീ. ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. താഴെ 3 ഓപ്ഷനാണ് നമുക്ക് കാണിക്കുന്നത്: ഫ്ലോട്ടിംഗ് ബട്ടൺ, ഫോണ്, അൺലോക്ക് മോഡ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ കാണാം ഫ്ലോട്ടിംഗ് ബട്ടണിന് നേരെയായിട്ട് നമുക്കൊരു ബോക്സ് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബട്ടൻ്റെ രൂപത്തിലൂടെ ഒരു ബട്ടൺ വരത്തുള്ളൂ. താഴെയായിട്ട് നമുക്ക് കാണാം ഫോണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫ്ലോട്ടിംഗ് ബട്ടൺ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് കാണാം, നമ്മൾ ഫ്ലോട്ടിംഗ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെത്തേഡാണ് ഇവിടെ ഉള്ളത്. സിംഗിൾ ടാപ്പ്, ഒരു തവണ ടാപ്പ് ചെയ്യാം, 2 തവണ ടാപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. താഴെയായിട്ട് നമുക്ക് സ്വൈപ്പ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ താഴെയുള്ള സ്വൈപ്പ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാം സ്റ്റാർട്ട് ദ സർവീസ്. ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നേരെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂട്യൂബിൻ്റെ അകത്ത് ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാണ്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സ്ക്രീന് ലോക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വോളിയം ഞാനൊന്ന് കൂട്ടി വെക്കുകയാണ്. സാധാരണ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിനകത്തുള്ള വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് മ്യൂസിക് മാത്രമായിട്ട് കേൾക്കാൻ സാധിക്കും. അപ്പം നമ്മൾ നേരത്തെ ഒരു അൺലോക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വൈപ്പ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവായിട്ട് അൺലോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് മാത്രമല്ല ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം ചെറിയൊരു അറിവാണ്, ചെറിയൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.